PR ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു. PR ഓക്കെ, അനുമോളിൽ ഒരു 16 ലക്ഷം കൊടുത്ത് PR ചെയ്തു എന്നൊക്കെ പറയുന്നത്, ഇതിലൊക്കെ വാസ്തവമുള്ളതായിട്ട് ലക്ഷ്മി വിശ്വസിക്കുന്നുണ്ടോ? ഈ PR എന്ന് പറഞ്ഞാൽ പബ്ലിക് റിലേഷൻസ് അല്ലേ, ഒരാളുടെ എന്ത് ഇമേജ് പുറത്തോട്ട് പോകുന്നുള്ളത്. ഗെയിമിൽ കയറുന്ന ഒരാളുടെ ഇഷ്ടമാണ് അത് എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. അതൊരിക്കലും ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ രാഷ്ട്രീയക്കാർക്കാണെങ്കിലും ഇതുപോലൊരു ഷോയ്ക്ക് വരുമ്പോഴത്തേക്കും ആണെങ്കിലും അത് സ്മാർട്ടായിട്ട് യൂസ് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിലും PR കൊടുത്തേക്കാം. തെറ്റോ ശരിയോ എന്നുള്ളത്. അപ്പോൾ അനുമോളൊക്കെ കറക്റ്റായിട്ട് PR മാത്രം കൊടുത്തിട്ടല്ലല്ലോ നിൽക്കുന്നത്. ഇത്രയും നാളോടെ നിൽക്കാനുള്ള ഗെയിമും കണ്ടൻറ്റും എന്തെങ്കിലും കൂടെ ഉണ്ടായിട്ടായിരിക്കുമല്ലോ കൂടെ നിൽക്കുന്നത്. ഒരാളെ മാത്രമായിട്ട് ആൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. ബാക്കിയുള്ളവരും കൊടുത്തിട്ടുണ്ടാവാം. ഒരാളെ മാത്രം അനുമോളുടെ PR മാത്രം എടുത്തെടുത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ട്. പക്ഷെ അനുമോൾ മാത്രമല്ല കൊടുത്തിരിക്കുന്നതെന്ന് ഒബ്വിയസ്ലി മനസ്സിലാവുന്ന കാര്യമാണ്. തെറ്റില്ല. ഞാൻ പെയ്ഡ് PR കൊടുത്തിട്ടില്ല. PR എന്ന് പറഞ്ഞാൽ ശോഭ പറഞ്ഞതാണോ? ശോഭയാണ് എൻ്റെ കൂടെ അകത്തോട്ട് കയറുന്നതിന് മുന്നേ തലേ ദിവസം PR-ൻ്റെ ടീമിൻ്റെ അടുത്തെത്തി എഗ്രിമെൻ്റ് സൈൻ ചെയ്യാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എത്ര എമൗണ്ട് കൊടുത്തെന്നുള്ളത് ഞാൻ ശോഭയ്ക്ക് തീരുമാനിക്കാനായിട്ടൊരു ബ്ലാങ്ക് ചെക്ക് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഫർദർ ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ശോഭയോട് ചോദിക്കണം. കാരണം എന്നെക്കാളിലും ഈ കാര്യങ്ങൾ ശോഭയ്ക്ക് അറിയാമെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, ശോഭയോട് തന്നെ ചോദിക്കേണ്ടി വരും. ഈ PR തെറ്റാണ് എന്നുള്ളൊരിത് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ പെയ്ഡ് PR ആകുമ്പോഴത്തേക്കുമാണ് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത്. അല്ലാതെ ആൾക്കാരുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ഒക്കെ തന്നെ ചിലപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ 24/7 ലൈവ് കാണുന്നവർ കുറവാണല്ലോ. അപ്പോൾ അതിനകത്ത് അവരുടെ നല്ല സൈഡോ ഒക്കെ ആൾക്കാരുടെ കൂടുതൽ എത്തിക്കണമെങ്കിൽ ചിലപ്പം കട്ടിങ്സ് ആയിട്ടുള്ള ലൈവിൽ നിന്ന് കട്ട് ചെയ്തിട്ടുള്ള എഡിറ്റഡ് വേർഷൻസ് ചിലപ്പോൾ എടുക്കേണ്ടി വരും. വോട്ട് മറിക്കുന്ന പരിപാടിയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ലല്ലോ. ആൾക്കാരുടെ അടുത്തോട്ട് എന്ത് സൈഡാണ് എത്തിക്കേണ്ടത്, പബ്ലിക് റിലേഷൻ ആണത്. അല്ലാതെ അതിനകത്ത് മോശം സൈഡ് ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. വോട്ട് മറിക്കുന്ന പരിപാടി, ബോട്ടിൽ ഇങ്ങനെ 1 ലക്ഷം വോട്ട് മറിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കംപ്ലീറ്റ്ലി ജനങ്ങളോട്ട് എന്ത് എത്തിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നതാണ് PR. പക്ഷേ PR പലരും യൂസ് ചെയ്യുന്നത് വോട്ട് മറിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. ഈ സീസൺ ആദ്യമായിട്ടൊന്നും അല്ല PR കൊടുക്കുന്നതിന് മുമ്പത്തെ സീസണിലാണെങ്കിലും ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെ സ്മാർട്ടായിട്ട് യൂസ് ചെയ്യണമെന്ന് അറിയാവുന്നവർ അങ്ങനെ യൂസ് ചെയ്യും. അതിന് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. PR കാരണമാണ് ഔട്ടായി പോകുന്നതെന്നോ അല്ലെങ്കിൽ വേറൊരു കണ്ടസ്റ്റൻ്റ്, നമ്മുടെ ഗെയിം നമ്മുടെ കയ്യിലാണ്, കംപ്ലീറ്റ്ലി നമ്മുടെ കയ്യിലാണ്. അത് PR-നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇപ്പോൾ ലക്ഷ്മി അനുമോളെല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടോ മൊത്തത്തിൽ? അവിടെ ഒരാളല്ല, എല്ലാ കണ്ടസ്റ്റൻസിനും അവരുടേതായ ഒരു പ്രഷർ കാണും. നമ്മൾ മാത്രം ഞാൻ പറയുന്നത് അല്ല, അവിടെ ഉള്ളവരിൽ തന്നെ അനുമോളെല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടോ? ഒന്നും തോന്നിയിട്ടില്ല. സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആകുമ്പോഴായിരിക്കുമല്ലോ അങ്ങനെ വരും. ഇപ്പോൾ ഈ റീ എൻട്രി നടത്തിയവർ പോലും അനുമോൾ അറ്റാക്ക് ചെയ്യുന്ന പോലെയാണ് പുറത്ത് വരുന്നത്. അവിടെ ഇവരെയും കണ്ടു. ഓരോരുത്തർക്ക് സ്വന്തമായിട്ടുള്ളൊരു രീതിയിൽ പറയാനുള്ള കാര്യങ്ങൾ കാണും. എൻട്രി ചെയ്തവർക്കാണെങ്കിലും പറയാൻ കാണും. അവരെല്ലാവരും പറയുന്നുണ്ട്, അവരുടെ ഇഷ്ടം. ഓക്കെ ലക്ഷ്മി, എന്തായാലും പോകുന്ന എന്തെങ്കിലും പ്ലാനിങ് ഒക്കെ നടത്തിയായിരുന്നോ? വലിയ പ്ലാനിങ് നടത്തിയിട്ടില്ല. എന്നാലും നമ്മൾ ഔട്ടായിട്ട് പോവുകയാണ്. തിരിച്ച് അങ്ങോട്ട് ഉള്ള സമയം എല്ലാവരുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ട് ഫിനാലെയും കഴിഞ്ഞിട്ട് വരാനായിട്ട് അവരിൽ നിന്ന് തന്നെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് പോകാം. അങ്ങനെ അല്ലാതെ വലിയ പ്ലാനിങ് ഒന്നും നടത്താൻ. ഗെയിം ഓവറാണ്. എഡിക്റ്റായ കണ്ടസ്റ്റൻസിന് ആക്ച്വലി ഗെയിം ഓവറാണ്. ഉള്ളവരവിടെ നന്നായിട്ട് കളിക്കാനുള്ളൊരു സാഹചര്യം നമ്മളവിടെ ചെന്നിട്ട് ഉണ്ടായി കൊടുക്കാനുണ്ട്. അവരുടെ ഗെയിം നമ്മളെ കൊളാക്കാതിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഓക്കെ. എന്താ ഈ മസ്താനിനെ കണ്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം? ഇല്ലില്ല, ഇറങ്ങിയിട്ട് കണ്ടിട്ടില്ല, വിളിച്ചിട്ടില്ല. ഇല്ലില്ല. എന്ത് പറ്റി, തെറ്റിയോ? തെറ്റാനായിട്ട് ഞങ്ങൾ വൈൽഡ് കാർഡ്സ് ആയിട്ട് അകത്ത് കയറി എന്നുള്ളതേ ഉള്ളൂ. ഇറങ്ങിക്കഴിഞ്ഞാൽ ബിന്നിയുടെ കൊറിയർ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്പർ മാറിയിട്ട് അങ്ങനെ ഡ്രസ്സ് അവിടെ നയിച്ചത്. അതുകൊണ്ട് ബിന്നിയെ മാത്രം ഞാൻ അതിൻ്റെ പേരിൽ കോൺടാക്ട് ചെയ്തിട്ടുള്ളൂ. വേറെ ആൾക്കാരെ ആരെയും അങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടില്ല. ഇറങ്ങിയപ്പോൾ ഈ സാബുമോനായിട്ടുള്ള സൗഹൃദം മാത്രമേ പുതുക്കത്തുള്ളൂ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഞാൻ അതിനകത്ത് ഏറ്റവും കൂടുതൽ സംസാരിച്ചിരിക്കുന്ന ആള് സാബുമാനാണ്. സാബുമാൻ ആദ്യം കുറ്റമൊന്നും പറയാറില്ല. അത് നല്ല പയ്യനാണ്. അപ്പം എനിക്ക് അവൻ്റെ സ്വഭാവം വയസ്സ് അങ്ങനെ ഇഷ്ടമാണ്. പുറത്തിറങ്ങിയിട്ട് ഓരോരുത്തരും തിരക്കും കാര്യങ്ങളും അനുസരിച്ചായിരിക്കും എത്രമാത്രം ഫ്രണ്ട്സായിട്ട് പോകുന്നുള്ളത്. പിന്നെ കോമൺ ഫ്രണ്ട്സ് ഉണ്ട്. സാബുമാൻ്റെ സിസ്റ്റർ UK-യിലാണ്. അങ്ങനെ കുറച്ച് കോമൺ ഫ്രണ്ട്സ് ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ അടുത്തെത്തി കഴിഞ്ഞിട്ട് അറിയുന്നത്. അപ്പോൾ അവരെന്തായാലും തുടർന്ന് പോകും. ലക്ഷ്മി മുൻപുള്ള ലൈഫും ബിഗ് ബോസിന് ശേഷമുള്ള ലൈഫൊക്കെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഡിഗ്രി എങ്ങനെ വരുന്നു എന്നുള്ളല്ലാതെ വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം ആണ്. പിന്നെ കുറച്ച് ആൾക്കാർ നമ്മൾ പറയുന്ന നിലപാടുകളോടും ഒക്കെ യോജിക്കുന്ന ആൾക്കാർ കുറച്ച് അങ്ങനെ ഫാൻസ് ഉണ്ട് എന്നുള്ളത് ഞാൻ ഇറങ്ങുന്ന സമയം വരെ അറിയുന്നുണ്ടായിരുന്നില്ല. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇതിനും സപ്പോർട്ട് ഉണ്ട് എന്നുണ്ടായിരുന്നുള്ളത് അറിയുന്നത്. സന്തോഷം. നമ്മൾ ചെയ്തതിന് ശരിയുണ്ട് എന്ന് വിചാരിക്കുന്നവരുണ്ടല്ലോ എന്നുള്ളതിൽ സന്തോഷം. ലക്ഷ്മി ഇപ്പോഴും നിലപാടുകളിൽ ഉറച്ചു തന്നെയാണോ? അതിലാണ് കുറേ ഇഷ്യൂസിൽ നിലപാടിൽ കുറച്ച് തന്നെയാണോ? അത് മാറിയെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇല്ല, ലക്ഷ്മിനെ ഇവർ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇവരുടെ ഗ്രൂപ്പിലൊന്നുമില്ല. ബിഗ് ബോസിൽ ഇവരൊക്കെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാകുമല്ലോ നിങ്ങൾ? അപ്പോൾ ഇതുവരെ എനിക്ക് ഇൻവിറ്റേഷൻ ഒന്നും വന്നിട്ടില്ല. മാറ്റി നിർത്തിയിരിക്കുകയാണെന്ന് എനിക്കറിയത്തില്ല. ഞാനിവർ അങ്ങനത്തെ ഒരു ഇൻവിറ്റേഷൻ്റെ നമ്പേഴ്സും അങ്ങനെ നമ്പറൊന്നും ആർക്കും കൊടുത്തിട്ടില്ല, ഇതുവരെ കൊടുത്തിട്ടില്ല.
അപ്പോൾ ആരോടും താല്പര്യമില്ല മിണ്ടാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ? എനിക്ക് ഗ്രൂപ്പ് ഉണ്ടെന്നുള്ള കാര്യം അറിയുന്നില്ല, ഇപ്പോൾ ചോദിക്കുമ്പോഴറിയുന്നത്. കംപ്ലീറ്റ്ലി ഗെയിം കഴിഞ്ഞിട്ടായിരിക്കത്തില്ല അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോഴും ഗെയിം കഴിഞ്ഞിട്ടില്ലല്ലോ, 6 പേര് ഇപ്പോഴും അകത്തല്ലേ, അവരും കൂടെ ഇറങ്ങി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഗെയിം ലൈക്ക് വാട്സപ്പ് ഗ്രൂപ്പൊക്കെ. ലക്ഷ്മിയോട് എല്ലാവർക്കും ഒരു വിയോജിപ്പുള്ള പോലെ തോന്നുന്നുണ്ട്, എല്ലാ ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ? ഒന്നുമില്ല, അങ്ങനെ ഞാൻ എന്തിനാ വിചാരിക്കുന്നത്, എല്ലാവർക്കും എന്നോട് വിയോജിപ്പുണ്ടെന്ന് വിചാരിക്കുക. ഞാൻ അവരോട് എത്ര പേരോട് സംസാരിക്കുന്നവരുണ്ട്, ഞാൻ എല്ലാവരെയും അങ്ങനെ മാറ്റി നിർത്തി അല്ലെങ്കിൽ അവരെന്നെ മാറ്റി നിർത്തിയെന്നൊന്നും പറയുന്നില്ല. സംസാരിക്കുന്നവരുണ്ട്, പക്ഷെ ഗെയിം കഴിഞ്ഞാലേ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ എത്ര പേര് അതിനകത്ത് എന്താ പറയണ്ടേ യഥാർത്ഥ ജീവിതത്തിലും ഫ്രണ്ട്ഷിപ്പ് തുടർന്ന് കൊണ്ടുവരുന്നവരാണ്. അങ്ങനത്തെ ഇത് നമുക്ക് ഗെയിമിൻ്റെ ഇറങ്ങിക്കഴിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ. ശരി, താങ്ക് യു. ഓക്കെ, എന്തായാലും അടിപൊളിയാട്ടെ. ആരായിരിക്കും കപ്പടിക്കാൻ ചാൻസ് ഉള്ളത്? പറയാൻ പറ്റും. നിങ്ങൾ ഇത്തിരി ബാക്കിലോട്ട് ഇത്തിരി മാറി കുറച്ച് ബാക്കിലോട്ട് കപ്പടിക്കുന്നവരെന്ന് നമുക്ക് ഇപ്പോഴും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഇതിൻ്റെ ചാൻസ് ഉണ്ട്, ജയിക്കാനുള്ള ചാൻസ് ഉണ്ട്, അവർക്കൊന്നും പറയാൻ പറ്റില്ല. ഇത്തിരി ബാക്കിലോട്ട് മാറി, എനിക്ക് ബാക്കിലോട്ട് എന്തായാലും ഇപ്പോൾ ഈ ഇറങ്ങിയതിന് ശേഷം ഗെയിമൊക്കെ കണ്ടായിരുന്നു മൊത്തത്തിൽ? കുറച്ചിങ്ങനെ ഷോർട്സ് കംപ്ലീറ്റ്ലി ഇരുന്ന് കണ്ടിട്ടില്ല, ഫേസൊക്കെ വരുന്നത് കാണുന്നുണ്ടായിരുന്നു, അവിടെ റീ എൻട്രിയുടെ ഒക്കെ കണ്ടായിരുന്നു. ലക്ഷ്മിയുടെ ഗെയിമൊക്കെ മൊത്തത്തിൽ ഇരുന്ന് കണ്ടായിരുന്നു? ഈ ലക്ഷ്മിയുടെ ഗെയിമൊക്കെ മൊത്തത്തിൽ ഇരുന്ന് കണ്ടായിരുന്നു? പുറത്ത് വന്ന് കണ്ടിട്ടില്ല, റീൽസാണ് കണ്ടിരിക്കുന്നത്, എൻ്റെയും മൊത്തം കണ്ടിട്ടില്ല. ഓക്കെ. ലക്ഷ്മി അതുപോലെ അനുമോൾ അനീഷ് പ്രണയം ഒരു ജെന്യൂൻ ആയിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ട്. ജനയാണെന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടില്ല, അത് എനിക്ക് ജനയാണേ. ഈ അവസാന നിമിഷത്തിൽ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് അനീഷ് ചെയ്തൊരു പരിപാടിയാണ് ഈ പ്രണയം. അവരുടെ ഗെയിമിന്റെ കാര്യം എനിക്ക് അറിയത്തില്ലല്ലോ, ഓരോരുത്തർക്ക് അല്ല, ഒരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എക്സ് കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ എന്താണ് ലക്ഷ്മിക്ക് തോന്നുന്നത്? അത് ഞാൻ പറഞ്ഞത് പ്രണയമാണെന്ന് എനിക്ക് അറിയത്തില്ല, ഗെയിമിന്റെ ഭാഗമായിരിക്കാം, പറയാൻ പറ്റില്ല. ലക്ഷ്മിക്ക് ബിഗ് ബോസ് കിട്ടിയൊരു നല്ല സൗഹൃദം ആരായിരിക്കും? അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് വരെ ഉണ്ടായിട്ടില്ല, സാബുമാരൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. പുറത്തിറങ്ങിയിട്ട് എന്തുമാത്രം ഉണ്ടാവും എന്നുള്ളത് പുറത്തിറങ്ങിയിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ ലക്ഷ്മി ബിഗ് ബോസിൽ നടത്തിയ പല സ്റ്റേറ്റ്മെൻറ്റും ഇല്ല, അപ്പോൾ അത് പുറത്തിറങ്ങിയതിന് ശേഷം എന്തെങ്കിലും പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടോ? നാട്ടിലോ വീട്ടിലോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ സംഭവിച്ചിട്ടില്ല? ഓക്കെ, ഓക്കെ അല്ലേ? ചോദിക്കണ്ടോ? ലക്ഷ്മി, എന്താണ് ഒനീലിന്റെ കേസ് എന്തായി? ഡിഫോമേഷൻ്റെ ഒക്കെ പിന്നാലെ പോകുന്നൊക്കെ പറഞ്ഞു ഒനീല്. ഇതിലൊന്നും വന്നിട്ടില്ല, ഒന്നും വന്നില്ല. അപ്പോൾ ഒനീല് കള്ളം പറയാണോ ഡിഫോമേഷൻ ചെയ്തത്? എനിക്കറിയില്ല, ഒനീല് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിതുവരെ ഒരു കാര്യമായിട്ടൊന്നും ഞാൻ പ്രതികരണം കൊടുത്തിട്ടില്ല. കേസിൻ്റെ പേപ്പേഴ്സൊന്നും എനിക്കിതുവരെയും വെട്ടിയിട്ടില്ല. വേറെ ഏതെങ്കിലും രീതിയിൽ ഒനീലിന്റെ ഭാഗത്ത് നിന്ന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ ലക്ഷ്മിക്ക്? ഒനീല് സംസാരിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ ദേഷ്യം കളഞ്ഞോട്ടെ എന്നുള്ളത് പറഞ്ഞായിരുന്നല്ലോ, എനിക്ക് എത്ര ദേഷ്യം ഉണ്ടത് പറഞ്ഞ് തീർത്തോട്ടെ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ തന്നെ നിൽക്കുകയാണ്. പറഞ്ഞിട്ടുണ്ടല്ലോ ലക്ഷ്മി, അതായത് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല. അതാ പറഞ്ഞേ, ഞാനൊരു തെറ്റ് ചെയ്തു, ഞാൻ സോറി പറഞ്ഞു, ആൾക്ക് എത്ര ദേഷ്യമുണ്ടോ അത് തീർത്തോട്ടെ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതാ ഞാൻ പറഞ്ഞു, എങ്ങോട്ടും ഓടിപ്പോയിട്ടില്ല, നിന്റെ ദേഷ്യം ഒന്നിയിൽ തീർത്തോട്ടെ, എത്രയാണെങ്കിലും ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. എൻ്റെ തെറ്റ് ഞാൻ സ്വീകരിച്ച പോലെ തന്നെ എന്ത് ശിക്ഷയാണോ ആളുടെ ദേഷ്യം തീരുന്നതും വരെയുള്ളൂ. അത് ലീഗലി പോവുകയാണെങ്കിലും ഇരുന്ന് പറഞ്ഞ് തീർക്കാനാണെങ്കിലും അത് തീർത്തോട്ടെ എന്ന് തന്നെ ഞാൻ പറഞ്ഞു, എന്നെ പറയുന്നത്. നമുക്ക് പ്രതികരിക്കാം, അവിടെ നിന്നാണ് ലക്ഷ്മി. നമ്മളിവിടെ ലക്ഷ്മി ഉള്ളിലേക്ക് എന്താണ് പൊളിച്ചെടുക്കുന്നത്? ഹാപ്പി അല്ലേ ലക്ഷ്മി? ലക്ഷ്മി തിരിച്ചു പോകുന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറയാമോ? ഒരു റീ എൻട്രി ആണല്ലോ. അവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്, അതാ പറഞ്ഞു. ഓക്കെ ഓക്കെ, മാറി പുറകോട്ട് നട. അപ്പോൾ ലക്ഷ്മി ഫൈനലിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്താണ് ഓക്കെ, എന്നാലും എന്താണ് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്?